ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ബിഗ് ബോസ് വീട്ടിലെ ആദിലയും നൂറയും ബിഗ് ബോസ് ഹൗസ് മേറ്റ്സിലെ 3 പേരുടെ ഫാമിലി വരാനായിട്ട് 750 പോയിന്റ്സ് നഷ്ടമാക്കിയത് ശരിയോ തെറ്റോ എന്ന ചർച്ച ഇപ്പോഴും അവസാനിച്ചിട്ടില്ലേ? എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആദ്യം തന്നെ ബിഗ് ബോസ് പറയുന്നത് ഇപ്രകാരമാണ്: പണിപ്പുര ടാസ്കിന് വേണ്ടി ബിഗ് ബോസ് വീടിനും വീട്ടുകാർക്കും വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാകുന്ന ത്യാഗിക്ക് മാത്രമുള്ളതാണ് പണിപ്പുരയിലേക്ക് പ്രവേശിക്കാനുള്ള ഈ 3ാമത്തെ ടാസ്ക് എന്നത്. അതിനുശേഷം ബിഗ് ബോസ് വീട്ടുകാർ തന്നെ ആദിലയെ നൂറയും സെലക്ട് ചെയ്തുകൊണ്ട് ടാസ്കിലേക്ക് പറഞ്ഞു വിടുന്നു, അതായത് പണിപ്പുരയിലേക്ക് പറഞ്ഞു വിടുന്നു. അവിടെ 4 ടേബിളുകളിലായിട്ട് 4 കാർഡുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ കാർഡുകളായിട്ട് ബിഗ് ബോസ് തുറന്ന് വായിക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ ആദ്യത്തെ കാർഡ് വായിക്കുന്നു, രണ്ടാമത്തെ കാർഡ് വായിക്കുന്നു. രണ്ടാമത്തെ കാർഡിലാണ് ഫാമിലി വീക്ക് വരാൻ പോവുകയാണ്, നിങ്ങൾ എക്സൈറ്റഡ് അല്ലേ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ശേഷം 3ാമത്തെ കാർഡ് വായിക്കാനായിട്ട് പറയുകയാണ്. 3ാമത്തെ കാർഡിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഫാമിലി വീക്കിൽ വരാൻ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുന്ന 3 പേരുടെ പേര് പറയാനായിട്ട് പറയുന്നു. അപ്പോൾ ആദിലയും നൂറയും ഞങ്ങളുടെ ഫാമിലി വരാൻ പറ്റില്ലല്ലോ ബിഗ് ബോസ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങളുടെ ഫാമിലി വരാൻ പറ്റില്ല എന്നുള്ളത് പറയുന്നുണ്ട്. ശേഷം ഇരുവരും ചർച്ച ചെയ്തതിന് ശേഷം തീരുമാനിക്കുകയാണ് റെന ഫാത്തിമ, അപ്പാനി ശരത്ത്, രേണു സുധി തുടങ്ങിയവരുടെ ഫാമിലി വരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. അതിനുശേഷം ബിഗ് ബോസ് 4ാമത്തെ കാർഡ് തുറന്ന് വായിക്കാനായിട്ടാണ് പറയുന്നത്. ആ 4ാമത്തെ കാർഡിലാണ് ബിഗ് ബോസിന്റെ 7ന്റെ പണി ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നത്. അതായത് ബിഗ് ബോസ് പറയുന്നത് ഈ 3 പേരുടെ ഫാമിലി വരണം എന്നുണ്ടെങ്കിൽ ഈ സീസണിൽ ഉടനീളം അല്ലെങ്കിൽ ഈ സീസണിൽ ഒരിക്കലും ആ 3 പേരുടെയും ഫാമിലി വരികയാണെങ്കിൽ നിങ്ങൾക്ക് 750 പോയിന്റ്സ് കിട്ടില്ല. അല്ല അവരുടെ ഫാമിലി വരില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു 750 പോയിന്റ്സ് കിട്ടും. അപ്പോൾ അവരുടെ ഫാമിലി വരാതിരിക്കാനായി നിങ്ങൾ ആ 750 പോയിന്റ്സ് നേടുന്നുവോ നഷ്ടപ്പെടുത്തുന്നുവോ എന്നുള്ളതാണ് ബിഗ് ബോസ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഫാമിലി വരാനായിട്ട് അവർ ഒരുപക്ഷെ ആ ഒരു 750 പോയിന്റ്സ് നഷ്ടപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു 750 പോയിന്റ്സ് നേടി അവർ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴുള്ള ബിഗ് ബോസ് വീട്ടുകാരുടെ അവസ്ഥ, അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് എങ്ങനെയായിരിക്കും ഇവരെടുത്തിരിക്കുന്ന ഈ ഒരു ഡിസിഷനെ അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുന്നത് എന്നുള്ളത് പ്രേക്ഷകർ ചിന്തിച്ചിട്ടുണ്ടോ? സത്യത്തിൽ ഈ ഒരു വിഷയത്തിൽ ആദിലയും നൂറയും തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക് 750 പോയിന്റ്സ് വേണ്ട, പകരം ഈ 3 പേരുടെ വീട്ടുകാർ വന്നാൽ മതി. ഫാമിലി വീക്കിൽ ഈ 3 പേരുടെ വീട്ടുകാർ വരണം എന്നുള്ളതാണ് ആഗ്രഹം എന്ന് പറയുന്നു. ആദിലയുടെയും നൂറയുടെയും പോയിന്റ്സ് കൂടിയാണ് ഇവിടെ നഷ്ടമാകുന്നത്. അങ്ങനെ ഇവരുടെ വീട്ടുകാർ വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പോകുമ്പോൾ എല്ലാവരും വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ആലിംഗനം ചെയ്യുന്നു, അവരോട് കൺഗ്രാറ്റ്സ് പറയുന്നു, അവരെ പ്രശംസിക്കുന്നു, അഭിനന്ദിക്കുന്നു. അങ്ങനെ ഒരുപാട് വൈകാരികപരമായ രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? എന്നാൽ ഇതേ സമയം ഞങ്ങൾക്ക് വേണ്ടത് വസ്ത്രമാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭക്ഷണമാണ് വേണ്ടത്, അല്ലാതെ ഇവരുടെ 3 പേരുടെയും വീട്ടുകാർ വന്നില്ലെങ്കിലും പ്രശ്നമില്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ വീട്ടുകാർക്ക് ആവശ്യമുള്ള ഭക്ഷണവും വസ്ത്രവും നേടാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അവരുടെ 3 പേരുടെ വീട്ടുകാരും വരണ്ട, ഞങ്ങൾക്ക് 750 പോയിന്റ്സ് ആണ് അത്യാവശ്യം, അല്ലെങ്കിൽ അതാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറയുകയാണെങ്കിൽ ഇതേ വീട്ടുകാർ തന്നെ ഇവരെ വളഞ്ഞിട്ട് ആക്രമിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ഈ ഒരു ഫാമിലി വീക്കിൽ ഇപ്പോൾ അപ്പാനി ശരത്ത്, അല്ലെങ്കിൽ രേണു സുധി, അല്ലെങ്കിൽ റെന ഫാത്തിമ, ഇവരുടെയൊക്കെ ഫാമിലി വരുന്നു എന്ന് പറയുന്ന സമയത്ത് അവരുടെ ഉള്ളിലുണ്ടായ ആ ഒരു സന്തോഷവും ബാക്കിയുള്ള ഹൗസ് മേറ്റ്സിൻ്റെ ഉള്ളിലുണ്ടായ സന്തോഷവും നമ്മൾ ആ ഒരു പ്ലാസ്മ ടിവിയിലൂടെ കണ്ടതാണല്ലേ. അപ്പോൾ അതേസമയം ഇപ്പോൾ അപ്പാനി ശരത്തിൻ്റെ ഭാര്യയും കുട്ടികളും വരണ്ട എന്നുള്ള തീരുമാനമാണ്. റെന ഫാത്തിമയുടെ ബോയ് ഫ്രണ്ട് വരണ്ട എന്നുള്ള തീരുമാനമാണ്. രേണു സുധിയുടെ കുട്ടികൾ വരണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് എന്നുണ്ടെങ്കിൽ അവർ ഒരുപക്ഷെ പൊട്ടിത്തെറിക്കും. കാരണം അപ്പാനി ശരത്തൊക്കെ ആണെങ്കിൽ അപ്പാനി ശരത്തിൻ്റെ ഒരു നേച്ചർ എന്താണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുമായിരിക്കും അല്ലേ. വല്ലാതെ ട്രിഗർ ആവുന്ന അല്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ അഗ്രസീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് അപ്പാനി ശരത്ത്. അങ്ങനെയെങ്കിൽ ആദിലയും നൂറയും വരുന്ന സമയത്ത് ഒരുപക്ഷെ അവരെ വല്ല പില്ലോ കൊണ്ട് എടുത്തെറിയും.